നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് RBL ബാങ്കിൻ്റെ കുക്കീസ് ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമ്മുടെ RBL ബാങ്കിൻ്റെ കോ ബ്രാൻഡഡ് ആയിട്ടുള്ള കാർഡാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കാർഡാണ്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് കാർഡ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കാർഡാണ്. കാർഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്. ഇത് കാർഡ് മാസ്റ്റർ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കാർഡാണ്. ഷെയ്ഡ് ലിമിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഷോപ്പ് റേറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഷെയ്ഡ് ലിമിറ്റായിട്ട് നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ലഭിച്ച ഒരു കാർഡാണത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറയാം. ഉണ്ടോ അതിൽ നമുക്കിതിൽ ഫസ്റ്റ് ഇത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 1000 റുപ്പീസിൻ്റെ ഒരു വൗച്ചർ യൂസ് ചെയ്യാം. അത് നമുക്ക് ട്രാവൽ വൗച്ചറോ അല്ലെങ്കിൽ വൗച്ചറോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റിവാർഡ് പോയിൻറ്റ് 100 റുപ്പീസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിവാർഡ് പോയിൻറ്റ് കിട്ടും. ഓൺലൈനാണ് സ്പെൻഡ് ചെയ്യുന്നത് 100 റുപ്പീസ് വെച്ചാൽ 5 റിവാർഡ് പോയിൻറ്റ് കിട്ടും. അതുപോലെ നമ്മൾ 5 lakhs ഒരു വർഷം 1 ഇയർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിതിൽ 5000 രൂപയുടെ വൗച്ചർ കിട്ടും. അത് നമുക്ക് ആമസോണോ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ വൗച്ചറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഓൺ ബുക്ക് മൈ ഷോയിൽ കിട്ടും. പിന്നെ മിന്ത്ര, യൂബർ, സൊമാറ്റോ, മാക്സ് അങ്ങനെ എല്ലാത്തിലും പെർ മന്ത് മാക്സിമം ക്യാപ്പിംഗ് പെർ മന്ത് ഇതിൽ നമുക്കിത് കിട്ടും. ഡിസ്കൗണ്ടും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ കാർഡ് വലിയൊരു കുഴപ്പമില്ല. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീ ആണ് വരുന്നത്. അപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 100+ GST. ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല കൃത്യമായിട്ട്. 100+ GST ആണ് വരുന്നത്. അപ്പം നമ്മൾ മാസം ഒരു സർവീസ് ചാർജ് പോലെ ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടി വരും. പെർ മന്ത്ലി GST പ്ലസ് 100 റുപ്പീസ്. അങ്ങനെ വരുമ്പോൾ ഒരു 1000 റുപ്പീസെങ്കിലും ഒരു പെർ ഇയർ സ്പെൻഡ് ആവും നമ്മുടെ ആനുവൽ ഫീ ആയിട്ട്. അത് ഇവർ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറഞ്ഞിട്ടാണ് അത് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. പക്ഷേ ഇത് നമ്മൾ മാക്സിമം ലൈഫ് ടൈം ഫ്രീ കാർഡായിരിക്കും ബെറ്റർ. പിന്നെ ചില ആക്സിസ് ബാങ്കിൻ്റെ ചില കാർഡുകളുണ്ട്. അതിൽ നമുക്ക് നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്ന കാർഡുകളുണ്ട്. അത് സെലക്ട് ചെയ്യുക. മാക്സിമം നമ്മൾ ലൈഫ് ടൈം ഫ്രീ മാക്സിമം ക്യാഷ് ബാക്കുള്ള കാർഡുകൾ സെലക്ട് ചെയ്യുക, ഉപയോഗിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് കാർഡ്. ഉണ്ടോ, നല്ല സൂപ്പറാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള കാർഡാണ്. ഓക്കെ, താങ്ക് യു. നമ്മളെ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.